ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കായിക പ്രജനന രീതിയായ ലെയറിംഗ് പരിചയപ്പെട്ടു. ഒരു വീഡിയോ നിങ്ങൾ കണ്ടു. അതിനുശേഷം മാഷ് നിങ്ങളോട് ലെയറിംഗ് വീടുകളിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെയറിംഗിന്റെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഒന്ന് രേഖപ്പെടുത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ നിങ്ങൾ ലെയറിംഗ് നടത്തുന്ന ചെറിയ ക്ലിപ്പുകള്, ഫോട്ടോ ഇതൊക്കെ മാഷക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കുട്ടികളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹമാണ്. ഇനി കുറച്ചുകൂടി പേര് ചെയ്യാനുണ്ട്. അത് അടുത്ത 2 ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഈ ഓരോ രീതികളും സ്വയം ചെയ്ത് പരിചയപ്പെടും എന്ന് മാഷ്ക്ക് ഉറപ്പാണ്. ഏതായാലും ലെയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേജ് നമ്പർ 10 ഉള്ള നിർദ്ദേശങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലെയറിംഗുമായി നമ്മൾ ചെയ്തു വരുന്ന പുതിയ തൈകൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ ഒന്ന് തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതും നിങ്ങളൊന്ന് ശാസ്ത്ര പുസ്തകത്തിലേക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്ന് നമുക്ക് കായിക പ്രജനന രീതിയിലെ അടുത്ത ഒരു ഇനമായ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ പറയും കമ്പ് ഒട്ടിക്കൽ. ഇത് നമ്മള് ഒരേ ജാതിയിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികളെ ചേർത്ത് ഒരു പുതിയ സസ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഗുണമുള്ള ഒരു ചെടിയുടെ കൊമ്പിനെ കൊണ്ടുവന്ന് നമ്മുടെ നാടൻ ഇനങ്ങളില് സ്ഥിരമായി നമ്മൾ നിൽക്കുന്ന നല്ലൊരു ഇനത്തിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന ഗ്രാഫ്റ്റ് ചെയ്യാനായി എടുക്കുന്ന കൊമ്പിനെ നമ്മൾ ഒട്ടുകമ്പ് അല്ലെങ്കിൽ സയൺ എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച് ചേർക്കുന്ന ആ മാവിലേക്ക് ചേർക്കുന്ന അല്ലെങ്കിൽ ഏത് കൊമ്പിലേക്കാണ് ചേർക്കുന്നത് അതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോ സൈൻ അതുപോലെ തന്നെ സ്റ്റോക്ക്, ഈ 2 കൊമ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. ഇതില് 2-3 തരത്തിലുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഒന്നാമതായി നമ്മൾ ചെയ്യുന്ന ഗ്രാഫ്റ്റിംഗ് വിപ്പ് ഗ്രാഫ്റ്റിംഗ്. അടുത്തത് ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്. മൂന്നാമതൊരു ഇനം അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. ഇങ്ങനെ പ്രധാനമായും 3 തരത്തിലാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. ഇതില് ആദ്യത്തെ വിപ്പ് ഗ്രാഫ്റ്റിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. ഇപ്പൊ 2 കൊമ്പുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോ ഇതൊരു ചെടിയാണെങ്കിൽ ഇതിലെ ഒരു ചെടിയെ നമ്മൾ ചെത്തി മാറ്റുന്നു. കൊണ്ടുവരുന്ന നമ്മുടെ ഒട്ടുകമ്പിനെയും നമ്മൾ ചെറുതായി ഒരു ചെത്തി കൊടുക്കുന്നു. ഈ ചെത്തി കൊടുക്കുന്ന കൊമ്പിനെ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ പ്ലാസ്റ്റിക് റിബൺ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റിബൺ ഉപയോഗിച്ച് നമ്മൾ ചുറ്റിക്കെട്ടിയാണ് വിപ്പ് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. എന്നാൽ ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ചെടിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടിയിൽ പൊളിച്ചു മാറ്റുന്നു. ഒരു സൈഡിലേക്ക് ഒന്ന് പൊളിച്ചു കൊടുക്കുന്നു. ആ പൊളിച്ചു കൊടുക്കുന്നതിലേക്ക് നമ്മുടെ സയൺ കൊമ്പിനെ നമ്മൾ ആപ്പ് രൂപത്തിൽ ചെത്തുന്നു. കണ്ടോ, ഇവിടെ ഒരു ആപ്പ് രൂപത്തിൽ നമ്മൾ സയണിനെ ചെത്തിയെടുത്ത് ആ സയണിന്റെ ആ കമ്പിനെ ഇതിലേക്ക് ഇറക്കി വെച്ച് പ്ലാസ്റ്റിക് റിബൺ കൊണ്ട് കെട്ടിയാണ് നമ്മൾ ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്.
എന്നാൽ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയില് നമ്മൾ അപ്രോച്ച് ചെയ്ത്, ഇപ്പോ ഇതൊരു ചെടിയാണെങ്കിൽ മറ്റൊരു ചെടിയെ നമ്മൾ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റിംഗ് നടത്തുമ്പോൾ ഇവിടെ ഒന്ന് ചെത്തി മാറ്റുന്നു, ഈ ഒരു കൊണ്ടുവരുന്ന കൊമ്പിനെയും ഇവിടെ ചെത്തി മാറ്റുന്നു, ഇവ രണ്ടിനെയും ചേർത്ത് കെട്ടി നമുക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് നടത്താം. ഈ രീതിയിൽ നമുക്ക് 3 തരത്തില് ഗ്രാഫ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നല്ല ഗുണമേന്മയുള്ള ഒരു മാൽഗോവ മാവിന്റെ ഒരു ചെറിയ നല്ലൊരു കൊമ്പിനെ എടുത്തുകൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ നാടൻ ഇനമായ ഒരു മാവിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കൊണ്ടുവരുന്ന കൊമ്പുകൾ, നമ്മളെപ്പോഴും ഗ്രാഫ്റ്റിങ്ങിന് തിരഞ്ഞെടുക്കുന്ന കൊമ്പുകൾ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം പെൻസിൽ വണ്ണത്തിലാണ് നമ്മൾ ഇതിനുള്ള കൊമ്പ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ സൈഡിനും സ്റ്റോക്കിനും തിരഞ്ഞെടുക്കുന്നത് ഏകദേശം ഇത്ര രൂപത്തിൽ ഒരു പെൻസിൽ വണ്ണത്തിലുള്ള കൊമ്പുകളാണ് എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലെല്ലാം നിരവധി ചെടികളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇന്ന് ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗും അതുപോലെ തന്നെ വിപ്പ് ഗ്രാഫ്റ്റിംഗും എങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മാഷയുടെ വീട്ടിൽ തന്നെയുള്ള 2 മാവുകളിൽ മാഷ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം നമുക്ക് ഇതുമായി ചർച്ച മുന്നോട്ട് പോകാം. നമ്മൾ ഇന്നിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആണ്. ഈ ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആണ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പെർഫെക്റ്റീവ് ആയിരിക്കുന്നത് ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ നാടൻ മാവിനെ, ഇത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു നാടൻ മാവാണ്. ഈ നാടൻ മാവിലേക്ക് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദ്രക്കാരൻ എന്ന ഒരു ആന്ധ്ര വെറൈറ്റി, ആന്ധ്രയിൽ നിന്ന് വരുന്ന ചന്ദ്രക്കാരൻ എന്ന ഒരു മാംഗോന്റെ ഇതാണ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗ്രാഫ്റ്റിങ്ങിന് 2 പ്രധാന സംഭവങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന്, ഇത് ഏതിനാണോ പിടിപ്പിക്കുന്നത്, ആ പിടിപ്പിക്കുന്ന ആ കൊമ്പിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൊണ്ടുവരുന്ന പിടിപ്പിക്കാൻ കൊണ്ടുവരുന്ന നല്ല വിളവ് ലഭിക്കുന്ന ചെടിയുടെ കൊമ്പിനെ നമ്മൾ സയൺ എന്ന് പറയും. ഈ സയൺ ഇപ്പൊ ചന്ദ്രക്കാരൻ മാംഗോ വെറൈറ്റിയാണ്. ഇത് നാടൻ വീട്ടിലുള്ള നാടൻ മാവിന്റെ ഒരു വെറൈറ്റിയാണ്. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമായി കൊണ്ടുവന്ന സയണിനെ നമ്മൾ ചെത്തി റെഡിയാക്കുന്നു. അതിലെ ഇലകളെല്ലാം കളഞ്ഞ് മുകുളം അതേമാതിരി തന്നെ നിർത്തുന്നു. ഇതാണിപ്പോൾ സയൺ, നമ്മൾ ചെയ്യാൻ പോകുന്ന സയൺ. ഈ സയണിൽ നമ്മൾ ആദ്യമായിട്ട് ആപ്പ് ആകൃതി ഒരു ചെത്തി റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ആപ്പ് രൂപത്തിൽ സയണിനെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഏകദേശം പെൻസിൽ വണ്ണത്തിലുള്ള ഇതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഗ്രാഫ്റ്റിങ്ങിന്, അതാണ് പെർഫെക്റ്റ് ആവുക. ഇനി നമ്മൾ ഈ സ്റ്റോക്കിന് ഏകദേശം ഇതേ വണ്ണത്തിൽ വരുന്ന ഒരു കൊമ്പിനെ സ്റ്റോക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതിന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതാണ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിനെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഈ സ്റ്റോക്കിൽ ഒരു വിടവ് ഉണ്ടാക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സ്റ്റോക്കിൽ നമ്മളൊരു വിടവ് റെഡിയാക്കുന്നു. അതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന സയണിനെ നമ്മൾ ഇതിൻ്റെ വിടവിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നു. ഇനി നമ്മൾ പോളിത്തീൻ ഷീറ്റ് തയ്യാറാക്കി വെച്ച പോളിത്തീൻ ഷീറ്റിന്റെ റിബൺ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കവറിന്റെ റിബൺ ആയാലും വേണ്ടില്ല, ഇതിൽ വെച്ച്
കമ്പിനെ നമ്മൾ ചുറ്റി ഈ രൂപത്തിൽ വലിച്ചു കെട്ടും. ഇതിങ്ങനെ തൂക്കിയിടുമ്പോൾ ഇതിലൂടെ ഊർന്നു വരുന്ന വെള്ളമോ മഴ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴ വെള്ളത്തെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഊർന്നിറങ്ങിപ്പോകാൻ ഇത് സഹായിക്കും. ഇപ്പം നമ്മുടെ ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ശരിയായി ഒരു നാടൻ മാവിൽ ചാന്ദ്രക്കാരൻ വെറൈറ്റിയുള്ള ഒരു മാവിന്റെ കൊമ്പിനെ നമ്മൾ വളരെ ഫലപ്രദമായി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു 4 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഈ കൂമ്പിൽ നിന്ന് ചെറിയ ബഡ്സ് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്.